ഹായ് മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികളെ സെക്സ് എഡ്യൂക്കേഷൻ വേണം, അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ശരിയാണ്, താനും ഒരു പരിധിവരെ വളരെ ശരിയാണ്. അപ്പോൾ അതിന് ഇൻ ഡെപ്തിലേക്കല്ല ഞാൻ പോണേ. ഞാൻ ചെറിയൊരു കാര്യം, ഈ കുട്ടികൾ അവരെ ചൂഷണം ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ഒരു കാര്യം മാത്രം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഒന്ന്, നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറുപ്പത്തിലെ കുട്ടികളെ അയ്യോ അങ്കിള്, ആൻറ്റി, ചേച്ചി ഒരു ഉമ്മ കൊടുക്കും മോനെ, ഒന്ന് കെട്ടിപ്പിടിക്കും മോനെ, ഹഗ് കൊടുക്കുക, ഇതൊക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മൾ പറഞ്ഞു പോണതാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ആ ഒരു കുട്ടിയുടെ പ്രൈവറ്റ് ബോഡി അവൻ്റെ സ്വന്തം, അവളുടെ സ്വന്തമാണ്. അവിടെ ആ കുട്ടി വേണം തീരുമാനിക്കാൻ ആരോട് കംഫർട്ടബിൾ ആണോ, ആരോട് ഡിസ്കംഫർട്ടബിൾ ആണെന്നൊക്കെ. അപ്പോൾ കുട്ടീനെ ഒരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കരുത്. കുട്ടിക്ക് ഇഷ്ടമായിട്ട് പോയിട്ട് ഉമ്മ കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ, കുട്ടി ഇഷ്ടമായിട്ടൊരു ആളുടെ ഒക്കത്ത് കയറിക്കണമെങ്കിൽ കയറിയിരുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് മോനെ പോ, മോളെ പോ എന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ കാര്യം, ഇൻഫൻറ്റ് അല്ലെങ്കിൽ ആ പ്രായം വിട്ട് കുട്ടികളാകുമ്പോഴത്തെ കാര്യം പറയുന്നത്. നമ്മൾ ഒരിക്കലും കുട്ടികളോട് ഉമ്മ വയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമ്മൾ ഫോഴ്സ് ചെയ്യരുത് ഒരിക്കലും. ഇറ്റ് ഷുഡ് കം ഫ്രം ദ ഹാർട്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ചൈൽഡ് അബ്യൂസ് നടക്കുന്നത് വീടുകളിലും സ്വന്തം ആൾക്കാരുടെ ഇടയിലൊക്കെയാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടി അതിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കണമെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ബാഡ് ടച്ചും ഗുഡ് ടച്ചും അവർ കുറേശ്ശെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക, ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക. കുട്ടികൾ ആളുടെ അടുത്ത് ഫിസിക്കൽ ഇൻറ്റിമസിക്ക് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് കോൺഫിഡൻസ് വരും. അല്ലാണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവരത് ചെയ്യും, ഇഷ്ടക്കൊണ്ടായിരിക്കില്ല അവർ ചെയ്യുക. അവർ കംഫർട്ടബിൾ ആണോ എന്ന് നമ്മളറിയില്ല. അത് അവരുടെ ഒരു ഏരിയ ആയിട്ട് വിട്ടുകൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്.